നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും കുറച്ചു നാളായിട്ട് ഒരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു മനോഹര പ്രണയ ചിത്രം തന്നെ ചെയ്യാമെന്ന് കരുതി 2008 പുറത്തിറങ്ങിയ ഒരു സൗത്ത് കൊറിയൻ ചലച്ചിത്രമാണിത്. ഹമ്മിങ് എന്നാണ് ഈ ചലച്ചിത്രത്തിന്റെ പേര്. അല്പം ഫാന്റസിയൊക്കെ കലർന്ന് വളരെ രസകരമായ ഒരു പ്രണയകഥ. കഥാചുരുക്കം എന്തെന്നാൽ ഒരു കാമുകനും കാമുകിയും ഉണ്ടായിരുന്നു. കാമുകനാണേൽ എപ്പോഴും ജോലി തിരക്കിലും മറ്റുമാണ്. കഴിഞ്ഞ 6 കൊല്ലത്തോളമായി അവർ പ്രണയത്തിലുമായിരുന്നു. പക്ഷെ 6 കൊല്ലത്തെ ഈ കാലയളവും കാമുകിയുമായുള്ള പലതരത്തിലുള്ള അകൽച്ചയും എല്ലാം കൊണ്ടും കാമുകന് ബോറടിച്ചു തുടങ്ങി. കുറച്ചു നാളത്തേക്ക് കാമുകിയിൽ നിന്ന് കാമുകൻ അന്റാർട്ടിക്കയിൽ റിസർച്ചിന് പോയി അകന്നു നിൽക്കാൻ തീരുമാനിക്കുവാണ്. പക്ഷേ അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. അതോടെ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നു. എന്തായിരുന്നു ആ സംഭവം, അവരുടെ ജീവിതത്തിൽ പിന്നീട് എന്തുണ്ടായി എന്ന് വിശദമായി നമുക്ക് കഥയിലൂടെ കേൾക്കാം. സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോക്കും ഒന്ന് ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് തന്നെ കാമുകനെയും കാമുകിയെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കാമുകൻ ഇപ്പോൾ ചെറിയൊരു സയന്റിസ്റ്റ് ആണ്. പേര് ജോൺസിയോ. കാമുകിയാകട്ടെ ഡൈവിംഗ് ഇൻസ്ട്രക്ടറായി ജോലി നോക്കുന്ന മിയോൺ. ഇവരാണ് കഥയിലെ ഹീറോയും ഹീറോയിനും. അവരിരുവരും നല്ല കപ്പിൾസ് ആയിരുന്നു. ഹീറോയിന് അഡ്വഞ്ചർ കാര്യങ്ങളോടൊക്കെ വലിയ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഹീറോയെ നിർബന്ധിച്ച് അന്നവൾ റോക്ക് ക്ലൈംബിംഗ് പ്രാക്ടീസിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും കാമുകിയുടെ നിർബന്ധമാണല്ലോ എന്ന് കരുതി അവരും അതിന് കൂട്ടുനിൽക്കുന്നു. ഹീറോയിൻ വളരെ കൂളായി റോക്ക് ക്ലൈംബിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയാകട്ടെ അല്പം ഭയന്നായിരുന്നു കയറിയിരുന്നത്. കയറുന്നതിനിടയിൽ ഹീറോയിൻ പറഞ്ഞു, നമ്മൾ പ്രണയിച്ചു തുടങ്ങിയിട്ട് 2000 ദിവസം എത്താൻ പോകുകയാ, നമുക്കിത് ആഘോഷിക്കണ്ടേ? അത് കേട്ട് ഹീറോ ഒന്ന് ഷോക്കായി. എന്ത് 2000 ദിവസോ? ഇന്നാളെന്ന് പറഞ്ഞ പ്രേമിച്ചു തുടങ്ങിയ അപ്പോഴേക്കും 6 കൊല്ലമായോ? എന്ത് വേഗത്തിലെ ഈ സമയമൊക്കെ പോകുന്നേ. ആടാ, 2000 ദിവസമായെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് വലിയ രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? 100ാമത്തെ ദിവസം നമ്മള് കുറെ ഫ്ലവറൊക്കെ വെച്ച് വലിയ തോതിൽ ആഘോഷിച്ചു. 500ാമത്തെ ദിവസം റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ ആയിട്ട് വളരെ കളർഫുൾ ആയിരുന്നു. 1000ാമത്തെ ദിവസത്തിൽ നമ്മൾ കുറെ ബലൂണൊക്കെ പറത്തിവിട്ടിട്ടല്ലേ ആഘോഷിച്ച്. 2000 ദിവസമാകുമ്പോ നീ എന്ത് പ്ലാനാ വെച്ചിരിക്കുന്നേ? ഹീറോ ആണെങ്കിൽ ഭയത്തിലായിരുന്നു മൗണ്ട് ക്ലൈംബിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഹീറോയിൻ ഇങ്ങനെ തുടരെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോ അവന്റെ കൈയങ്ങ് സ്ലിപ്പായി. അവൻ താഴേക്ക് വീഴാൻ പോയി. ഭാഗ്യത്തിന് റോപ്പ് ബന്ധിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് വേറെ അപകടമൊന്നും പറ്റിയതുമില്ല. എന്തായാലും ആ ദിവസം അങ്ങനെ കടന്നുപോയി. ഹീറോ പതിവ് പോലെ ജോലിക്കും പോയി. സയന്റിസ്റ്റായി ഹീറോ ജോലി നോക്കുന്ന ഇടം. അവിടെ അവനൊരു കൂട്ടുകാരനുമുണ്ട്. കൈ സ്ലിപ്പായി വീണപ്പോ കയ്യിൽ ഹീറോയ്ക്ക് ചെറിയ പരിക്ക് പറ്റിയിരുന്നു. അവനതിൽ തടവുന്ന കണ്ട് ശ്രദ്ധിച്ച് കൂട്ടുകാരൻ അവനോട് ചോദിച്ചു, എന്താടാ നിന്റെ ഗേൾഫ്രണ്ട് കൊണ്ടുപോയി വീണ്ടും എന്തെങ്കിലും മുന്തിത്തള്ളിയിട്ടോ? പോടാ, അവൾ ഇത്തവണ മൗണ്ട് ക്ലൈംബിംഗ് എന്നും പറഞ്ഞുകൊണ്ട് റോക്ക് ക്ലൈംബിംഗ് പ്രാക്ടീസിനാ കൊണ്ടുപോയെ. ജസ്റ്റ് മിസ്സാ, ഇല്ലെങ്കിൽ താഴെ വീണ് തട്ടിപ്പോണ്ടതായിരുന്നു. ഓഹോ, എന്തൊക്കെ പറഞ്ഞാലും നീ ലക്കിയാടാ. ഒന്നുമില്ലേലും അവള് നിന്നെ ഇതുപോലെ റോക്ക് ക്ലൈംബിങ്ങിനും സ്വിമ്മിങ്ങിനും ഓരോ അഡ്വഞ്ചർ പരിപാടികൾക്കും ഒക്കെയല്ലേ കൊണ്ടുപോകുന്നേ. ശരിക്കും നിങ്ങൾ ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യുവല്ലേ? നീ ശരിക്കും നിന്റെ ഗേൾഫ്രണ്ടിന് നന്ദിയെ പറയണ്ടേ? ആ അടിപൊളി, നീ തന്നെ ഇത് പറയണോടാ. ഓരോ ദിവസം കഴിയും തോറും അവളുടെ ഇതുപോലത്തെ പരിപാടി കൂടി വരുക. അവൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്താൽ പോരെ? അതിന് എന്റെ കൂടെ ചെയ്താൽ അവൾക്ക് സന്തോഷം എന്നാ അവള് പറയുന്നേ. ഇങ്ങനെ പോയാ ഞങ്ങള് മിക്കവാറും അടിച്ചു പിരിയാനാ സാധ്യത. എന്തോന്നാടാ ഈ പറയുന്നേ? ബ്രേക്കപ്പ് എന്താ അത്ര ഈസിയാണോ? ഇനി നിനക്ക് വേറെ റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടോ? ഇല്ലടാ, എനിക്കെന്തോ കുറച്ചു നാളത്തേക്ക് അവളെ വിട്ടു നിൽക്കാൻ തോന്നുന്നു. അപ്പൊ എല്ലാം ഓക്കെ ആവുന്നുള്ള പോലെ. 5 കൊല്ലം കഴിഞ്ഞില്ലടാ പ്രേമിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും നീ ആലോചിച്ച് നല്ല തീരുമാനമെടുക്ക്. വെറുതെ ചാടിക്കേറിയൊന്നും ചെയ്യണ്ട, കൂട്ടുകാരൻ ഹീറോയെ ഉപദേശിച്ചു. ഹീറോ വന്ന് കോറിഡോറിലൂടെ വരുമ്പോ ആ പോസ്റ്റർ കാണുവാണ്. അന്റാർട്ടിക്കയിൽ റിസർച്ചിന് കുറച്ച് വോളണ്ടിയേഴ്സിനെ വേണം. പെട്ടെന്ന് അവന്റെ മനസ്സിലൂടെ ഒരു ചിന്ത കടന്നുപോയി. അങ്ങനെ അന്നവൻ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ്. വീട്ടിലെത്തിയതും ഒന്ന് സിഗരറ്റ് വലിച്ചേക്കാം എന്ന് കരുതി ലൈറ്റർ നോക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ ലൈറ്റർ കാണുന്നില്ല. അപ്പോഴാണ് ഡ്രോയിൽ നിന്നും ഒരു കത്ത് അവന് കിട്ടുന്നത്. അവൻ ആ കത്ത് തുറന്നു നോക്കി. നീ ലൈറ്റർ അല്ലേ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ? അത് ഫ്രീസറിന്റെ അവിടെ ഉണ്ടാകും, അവിടെ പോയി നോക്ക് എന്നെഴുതിയിരുന്നു. അവൻ നേരെ പോയി ഫ്രീസർ നോക്കി. ഫ്രീസറിനുള്ളിലും അതാ ഒരു ലെറ്റർ. ആ ലെറ്ററിലാകട്ടെ ഷൂസ് നോക്കെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അവൻ നേരെ പോയി ഷൂസിൽ നോക്കി. ഷൂസിനകത്തും അതാ വേറൊരു ലെറ്റർ. അതിലാകട്ടെ ഷെൽഫിൽ നോക്കാൻ എഴുതിയിരിക്കുന്നു. ഷെൽഫിൽ നോക്കുമ്പോ ഒരു മഞ്ഞ ലെറ്റർ. ഹീറോയ്ക്ക് ദേഷ്യം വന്നു. ആ ലെറ്റർ ചുരുട്ടിക്കൂട്ടിയറിഞ്ഞ അവൻ പറഞ്ഞു, ആദ്യം കീ മാറ്റണം. അവള് കയറി ഓരോ കാര്യങ്ങൾ ചെയ്തൊപ്പിച്ചു വെക്കുക. ലൈറ്റർ ഇല്ലെങ്കിൽ എന്താ, എനിക്ക് സിഗരറ്റ് വലിക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞ് ഗ്യാസ് സ്റ്റവ് കത്തിച്ച് അവൻ സിഗരറ്റ് പുകയ്ക്കുന്നു. സിഗരറ്റ് കത്തിച്ചു കഴിഞ്ഞതും താഴെ വലിച്ചെറിഞ്ഞ കത്ത് കണ്ട് അവൻ എന്തോ പോലെ തോന്നി. അവൻ അതെടുത്ത് നോക്കി.
നോക്കി. നിന്റെ ഇംഗ്ലീഷ് ഡിക്ഷണറി ഇരിക്കുന്നില്ലേ, അവിടെ നോക്ക് എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. ഹീറോ പോയി അവിടെ നോക്കി. അവിടെ ഒരു ബോട്ടിൽ മിഠായിയും ഒരു കുറിപ്പുമുണ്ടായിരുന്നു. നീ ഇപ്പോ ഒരുപാട് പുകവലിക്കുന്നുണ്ട്, പുകവലി കുറയ്ക്കണം. നിനക്കിനി എപ്പോഴൊക്കെ പുകവലിക്കാൻ തോന്നുന്നോ അപ്പൊ ഈ ബോട്ടിൽ നിന്ന് ഓരോ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചോ എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ഇതെല്ലാം ഒപ്പിക്കുന്നത് ഹീറോയിനായിരുന്നു. അത്രമേൽ ഹീറോയെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോയ്ക്കാകട്ടെ ഇതൊന്നും ഒരു പരിധി കഴിഞ്ഞപ്പോ അത്രയ്ക്കങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതോടെ അവളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന തീരുമാനം ഹീറോ ഉറപ്പിക്കുന്നു. അന്റാർട്ടിക്കയിൽ റിസർച്ചിന് പോകാൻ സയന്റിസ്റ്റ് വോളണ്ടിയേഴ്സിനെ തിരഞ്ഞുള്ള പോസ്റ്റർ അവൻ കണ്ടിരുന്നല്ലോ. അവൻ അതിന് അപ്ലൈ ചെയ്യുകയാണ്. ഹീറോയിനെ പറ്റി പറഞ്ഞാൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. എപ്പോഴും എന്തെങ്കിലും ആക്ടിവിറ്റികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത ദിവസം വൈകിട്ട് ഹീറോയിനും ഒരു റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്യുവാണ്. അവിടെ വെച്ച് ഹീറോയിന്റെ അടുത്ത് താൻ അന്റാർട്ടിക്കയിൽ റിസർച്ചിന് വേണ്ടി പോകാൻ പോകുന്നു എന്ന കാര്യം അവതരിപ്പിക്കുന്നു. അത് കേട്ടതും ഹീറോയിൻ കുറച്ച് ഡെസ്പായി. പെട്ടെന്നെന്താ ഇങ്ങനെ പോകുന്നേ? അല്ലേ ഒരു പണി ചെയ്യാം, ഞാനും നിന്റെ കൂടെ വരാം. നമ്മൾ പ്രണയം തുടങ്ങിയിട്ടുള്ള 2000th ഡേ അവിടെ വെച്ച് ആഘോഷിക്കാം. നീ എന്താടി ഈ പറയുന്നേ? ഞാൻ റിസർച്ചിന് പോകുന്നതാ, എന്നെ ഗവൺമെന്റ് അയക്കുന്നതല്ലേ. അങ്ങനെ നിന്നെ കൂടെ കൂട്ടാനൊന്നും പറ്റില്ലെന്നേ. എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് അറിയാൻ പാടില്ലേ? പിന്നെ നീ എന്തിനാ അതിന് അപ്ലൈ ചെയ്ത്? ഞാൻ അപ്ലൈ ചെയ്തതല്ലടി, സീനിയേഴ്സ് ഒക്കെ കൂടി എന്നെ വോളണ്ടിയർ ആയിട്ട് തിരഞ്ഞെടുത്തതാ. എനിക്കാണേലും എങ്ങനെ നോ പറയാൻ പറ്റും? അത് സത്യമായിരിക്കും എന്നായിരുന്നു ഹീറോയിൻ വിശ്വസിച്ചത്. എങ്ങനെ ഹീറോയെ പിരിഞ്ഞിരിക്കും എന്നോർത്ത് അവളേറെ ദുഃഖിതയായി. അവളുടെ കണ്ണുകൾ വരെ നിറഞ്ഞു. വീട്ടിലെത്തിയ ഹീറോയിൻ കൊറിയയിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് എന്തോരം ദൂരമുണ്ട്, അന്റാർട്ടിക്ക എവിടെയാ എന്നൊക്കെ കമ്പ്യൂട്ടറിലും ഗ്ലോബിലും ഒക്കെയായി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അനിയത്തിയോടും ഓരോന്ന് പുലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പരിധി കഴിഞ്ഞതും അനിയത്തി എഴുന്നേറ്റ് വന്ന് ഗ്ലോബ് പിടിച്ചു വാങ്ങിക്കൊണ്ട് ചോദിച്ചു, നീ എന്തിനെത്ര ടെൻഷനാകുന്നേ? പുള്ളി കുറച്ചുനാള് നിന്നെ വിട്ട് പിരിഞ്ഞിരിക്കാൻ വേണ്ടിയാ ഈ വോളണ്ടിയർഷിപ്പ് എടുത്ത പോലെയാ എനിക്ക് തോന്നുന്നേ. ഏയ് അങ്ങനൊന്നും ആവില്ല, ജോൺസിയൊക്കെ എന്നെ ജീവന എന്നായിരുന്നു ഹീറോയിന്റെ മറുപടി. അനിയത്തി ചോദിക്കാൻ തുടങ്ങി, ഓ എന്റെ ചേച്ചി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറ. നിങ്ങൾ ലാസ്റ്റ് ഉമ്മ വെച്ചിട്ടിപ്പോ എത്ര നാളായി? അതിപ്പോ കുറച്ചു നാളായി. ഓ അങ്ങനാണോ? അത് പോട്ടെ. നിങ്ങൾ ഒന്നിച്ച് ഒരു ഔട്ടിങ്ങിന് പോയിട്ടിപ്പോ എത്ര നാളായി? എടി അത് ജോൺസിയൊക്കെ കുറെ ജോലി തിരക്കുള്ളതും കൊണ്ട് അങ്ങനെ പോവാൻ പറ്റാതെ പോയതാ. അത് തന്നെയാ പറഞ്ഞേ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്ര നല്ല രീതിയിലല്ല പോകുന്നേ. പിന്നെ ചേച്ചിനോട് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അനിയത്തിയുടെ അടുത്ത് നിന്ന് അതൊക്കെ കേട്ടതും ഹീറോയിൻ കുറച്ച് അസ്വസ്ഥയാകുന്നുണ്ട്. അതൊക്കെ ശരിയായിരിക്കോ എന്ന് ഹീറോയിൻ കൂടി ആലോചിക്കുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അത് മാറി. അവൻ അന്റാർട്ടിക്കയിൽ പോയ അവനോടെങ്ങനെ സംസാരിക്കും? അവിടെ അങ്ങനെ ഫോണൊന്നും കിട്ടില്ലല്ലോ, എന്തു ചെയ്യും എന്നൊക്കെ ഹീറോയിൻ ചിന്തിക്കുവാണ്. അതോടെ ഹാം റേഡിയോ വെച്ച് കണക്ട് ചെയ്യാം എന്ന് മനസ്സിലാക്കി ഹീറോയിൻ ഹാം റേഡിയോ പഠിക്കാൻ വേണ്ടി പോകുന്നു. വയർലെസ് ഹാം റേഡിയോ വെച്ച് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നൊക്കെയായിരുന്നു ഹീറോയിൻ പഠിച്ചുകൊണ്ടിരുന്നത്. മറുവശത്ത് ഹീറോയുടെ വോളണ്ടിയർഷിപ്പ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഹീറോയ്ക്ക് അന്റാർട്ടിക്കയിൽ പോകാനുള്ള ട്രെയിനിങ് വരെ ആരംഭിച്ചിരുന്നു. കഠിനമായ പരിശീലനമൊക്കെ ഹീറോയ്ക്ക് കൊടുക്കാൻ വരെ ആരംഭിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതും ഹീറോയിൻ ഹാം റേഡിയോയുടെ പ്രവർത്തനം പൂർണ്ണമായും പഠിച്ചു. കാശ് കൊടുത്ത് തനിക്കും ഹീറോയ്ക്കും വേണ്ടി ഓരോ ഹാം റേഡിയോ അവൾ വാങ്ങുകയും ചെയ്തു. ഹാം റേഡിയോ കയ്യിൽ കിട്ടിയ ദിവസം അത് ഹീറോയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണമല്ലോ. അവൾ അതിനുവേണ്ടി ഹീറോയെ ഒരുപാട് വട്ടം ഫോൺ ചെയ്തു. പക്ഷേ ജോലി തിരക്കിലും മറ്റുമായതുകൊണ്ടും പിന്നെ എന്തോ താല്പര്യം തോന്നാത്തതുകൊണ്ടും അവൻ അവളുടെ കോളുകളൊക്കെ അവഗണിച്ചു. ഇതെന്തോ അവൻ ഫോൺ എടുക്കാത്തെ? ഇത് ശരിയാവില്ല, ഞാൻ തന്നെ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം എന്ന് സ്വയം ചിന്തിച്ച് ഹാം റേഡിയോയും എടുത്ത് അവൾ അവിടെ നിന്നിറങ്ങുവാണ്. ഒരു കൂട്ടുകാരന്റെ സൈക്കിളും മേടിച്ചിട്ടായിരുന്നു അവൾ അവിടെ നിന്നും ഹീറോയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടത്. ഹീറോയിൻ സന്തോഷത്തോടെ അങ്ങനെ സൈക്കിൾ ചവിട്ടി പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. ഹാം റേഡിയോ കംപ്ലൈന്റ് ആവോ എന്നവൾ ഒരു നിമിഷം ചിന്തിച്ചു. എവിടെയെങ്കിലും കയറി നിൽക്കാം എന്ന് ചിന്തിച്ച് അവൾ സൈക്കിൾ തിരിക്കുന്ന നേരത്ത് അവളുടെ നേരെ പെട്ടെന്ന് ഒരു വണ്ടി പാഞ്ഞെടുക്കുകയാണ്. പിറ്റേന്ന് പകലിൽ ഹീറോ എഴുന്നേറ്റ് വരുമ്പോ ആരോ കോളിംഗ് ബെല്ലടിക്കുന്നു. ഹീറോ വാതിൽ പോയി തുറന്നു. അത് ഹീറോയിനായിരുന്നു. ഹാം റേഡിയോയുമായി വന്നതായിരുന്നു അവൾ. നിന്നെ ഇന്നലെ എത്ര തവണ ഫോൺ ചെയ്തു, നീ എന്താ കോൾ എടുക്കാത്തെ? ഹീറോയിൻ ചോദിച്ചു. ഇടി അത് വർക്ക് ലോഡ് ഉണ്ടായിരുന്നു, ഞാൻ തന്നെ ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടാ വന്നേ. ഇതെന്താ കയ്യിലൊരു ബോക്സ്, എന്തേലും ഗിഫ്റ്റ് ആണോ? ഇത് നിനക്ക് തരാൻ വേണ്ടിയാ ഇന്നലെ അത്രയും ഫോൺ ചെയ്ത്. ഹീറോയിന്റെ കയ്യിൽ നിന്ന് ഹാം റേഡിയോ വാങ്ങി ടേബിളിന്റെ പുറത്ത് വെച്ചു. ആ സമയം ഹീറോയിൻ പറഞ്ഞു, നീ ഫോൺ എടുത്തില്ലല്ലോ, അതുകൊണ്ട് നിന്നെ കാണാൻ ഞാൻ സൈക്കിളിലാ വന്നേ. സൈക്കിളിലോ? ഇത്രയും ദൂരോ? ഹീറോ അതിശയിച്ചു. പുറത്തേക്ക് ഹീറോ എത്തി നോക്കുമ്പോ പുറത്തൊരു സൈക്കിളും
അപ്പുറത്തും ഇരിക്കുന്നുണ്ട്. പിന്നാലെ ഹീറോയെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ദേ കലണ്ടറിൽ നോക്ക്, 24-ാം തീയതിയാ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ 2000th ഡേ. നീ അന്റാർട്ടിക്കയെ പോയാലും ഇല്ലെങ്കിലും ഇത് നീ ഓർത്തു വെച്ചോളണം. 24-ാം തീയതിക്ക് ചുറ്റിലും അവൾ ഒരു വട്ടം വരയ്ക്കുകയും ചെയ്തു. പിന്നാലെ കൊണ്ടുവന്ന ബോക്സ് തുറന്ന് ഹീറോയിൻ ഹാം റേഡിയോ ഹീറോയെ കാണിക്കുന്നു. നീ എവിടാണെങ്കിലും ദാ ഇത് വെച്ച് നമുക്കിനി സംസാരിക്കാൻ പറ്റും എന്നും ഹീറോയിൻ അവനോട് പറയുവാണ്. ഹീറോയുടെ മുഖത്ത് അത്ര വലിയ സന്തോഷമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ ഹീറോ വേഗത്തിൽ ഫ്രഷപ്പ് ഒക്കെയായി വന്ന് ജോലിക്ക് പോവാനായി ഇറങ്ങുന്നു. ഹീറോയിൻ അപ്പോഴും അപ്പാർട്ട്മെന്റിനകത്തുണ്ടായിരുന്നു. ഹീറോ ഇറങ്ങി പുറത്തെത്തിയതും ഹീറോയ്ക്ക് പെട്ടെന്നൊരു കോള് വരികയാണ്. ഹീറോയിന്റെ അമ്മയായിരുന്നു വിളിച്ചത്. ഇന്നലെ രാത്രിയിൽ ഹീറോയിൻ ആക്സിഡന്റ് ആയെന്നും സീരിയസ് ആയി ആശുപത്രിയിലാണെന്നും ഹീറോയിന്റെ അമ്മ പറയുന്നു. ഹീറോ ഒരു നിമിഷം ഞെട്ടിപ്പോയി. കുറച്ചു മുമ്പല്ലേ ഫ്ളാറ്റിൽ ഹീറോയിനെ കണ്ട് ആന്റിക്ക് മാറിപ്പോയത് വല്ലതുമാണോ എന്ന് ഹീറോ ചോദിക്കുന്നു. അല്ലെന്നവർ തറപ്പിച്ച് പറയുന്നതോടെ ഹീറോ വീണ്ടും അപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് നോക്കുവാണ്. നോക്കുമ്പോ അവിടെ ഹീറോയിനില്ല. കൊണ്ടുവന്ന ഹാം റേഡിയോയും കാണുന്നില്ല. അതോടെ പരിഭ്രാന്തനായ ഹീറോ വേഗത്തിൽ ആശുപത്രിയിലേക്ക് ഓടി ചെല്ലുവാണ്. അവിടെ ചെല്ലുമ്പോ ആന്റി എന്ന് ഹീറോ വിളിക്കുന്ന ഹീറോയിന്റെ അമ്മ പറഞ്ഞത് ശരിയാണ്. സീരിയസ് കണ്ടീഷനിൽ ഹീറോയിൻ അവിടെ ചികിത്സയിലുണ്ട്. പിന്നാലെ ഹീറോയും ആന്റിയും കൂടി സംസാരിക്കുന്നു. എങ്ങനാ പറ്റിയത് എന്ന് ചോദിക്കുമ്പോ അറിയില്ലടാ, ഇന്നലെ രാത്രി അവൾ കൂട്ടുകാരന്റെ സൈക്കിളും എടുത്ത് എങ്ങോട്ടേക്കോ പോയതാ. വഴിയിൽ വെച്ച് ആക്സിഡന്റ് ആവുകയായിരുന്നു. ഇന്നലെ രാത്രിയോ കുറച്ചു മുമ്പ് കൂടി എന്റെ കൂടെ സംസാരിച്ച് എന്റെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഹീറോ പറയുന്ന കേട്ടതും ആന്റി അത് കാര്യമായി എടുക്കുന്നില്ല. അപ്പോഴേക്കും ഹീറോയിന്റെ അനിയത്തിയും ഓടിയെത്തി. അവൾക്ക് ആക്സിഡന്റ് ആയതിന്റെ ഷോക്കിലായിരിക്കും ഹീറോ എന്നായിരുന്നു ആന്റി ചിന്തിക്കുന്നത്. ആക്സിഡന്റിൽ ഹീറോയിന്റെ തലയ്ക്ക് ശക്തമായ ക്ഷതമേറ്റിരുന്നു. ഉടനടി ഹീറോയിനെ ഓപ്പറേഷന് വിധേയമാക്കി. എന്താ നടക്കുന്നത് എന്ന് ഹീറോക്കാണെങ്കിൽ ഒരെത്തും പിടിയും കിട്ടാത്ത അവസ്ഥ. വീട്ടിലേക്ക് എത്തി അവനങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോഴാണ് ഹീറോയിൻ വന്ന് കലണ്ടറിൽ 24-ന് ചുറ്റും മാർക്ക് ചെയ്തല്ലോ, അത് അതേപോലെ കലണ്ടറിൽ കാണുന്നത്. ഹീറോ അതോടെ ഒന്നുകൂടി കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇതപ്പോ വെറുതെ തോന്നലൊന്നുമല്ല, മാർക്കിംഗ് ഉണ്ടല്ലോ. അപ്പോൾ രാവിലെ അവൾ ഇവിടെ വന്നു കാണും. വീട് മുഴുവൻ അവനതോടെ ഹാം റേഡിയോ തിരഞ്ഞു. പക്ഷെ അത് കാണുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ തന്റെ കൂട്ടുകാരനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് കൂട്ടുകാരനെയും ആ മാർക്കിംഗ് അടക്കം ഹീറോ കൊണ്ടുവന്ന് കാണിക്കുവാണ്. ഹീറോ വീണ്ടും വീണ്ടും അവളിവിടെ വന്നിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ട കൂട്ടുകാരൻ, എടാ അവൾക്ക് ആക്സിഡന്റ് ആയത് നിനക്ക് ഷോക്കായിരിക്കും എന്നെനിക്കറിയാം, പക്ഷെ എന്തു ചെയ്യാനാ, ഇതിങ്ങനെ സംഭവിക്കും എന്നത് വിധിയാണ്. നീ പരിഭ്രാന്തനാകാതെ അല്പം സമാധാനത്തോടെ ഇരിക്കെ എന്ന് പറഞ്ഞു. ഉടൻ വന്നു ഹീറോയുടെ മറുപടി, നിനക്കെന്നെ കണ്ടിട്ട് ഭ്രാന്തനാണെന്ന് തോന്നുന്നുണ്ടോ? നീയും എന്നെ വിശ്വസിക്കുന്നില്ലല്ലേ? അവൾ ഇവിടെ വന്നിട്ടേ ഇല്ലെങ്കിൽ എങ്ങനെയാ വെളിയിൽ അവളുടെ സൈക്കിൾ ഉണ്ടാവുന്നേ എന്നായി ഹീറോയുടെ ചോദ്യം. അവർ പുറത്തിറങ്ങി നോക്കുമ്പോ അപ്പാർട്ട്മെന്റിന്റെ വെളിയിൽ സൈക്കിൾ പാർക്ക് ചെയ്യുന്നിടത്ത് സൈക്കിളുണ്ട്. കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഇതുപോലത്തെ സൈക്കിള് നാട്ടിൽ എത്ര പേർക്കുള്ളതാ? ഇത് വേറെ ആരുടെയെങ്കിലും ആയിരിക്കും. അല്ലടാ, ഈ സൈക്കിള് രാവിലെ ഞാൻ കണ്ടതാ, അവൾ ഇതിലാ വന്നേ. അതും പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്തായിരുന്നു മറ്റൊരു പെൺകുട്ടി വന്ന് ആ സൈക്കിൾ എടുത്തുകൊണ്ട് പോവാൻ തുടങ്ങിയത്. ഹീറോ അങ്ങോട്ടേക്ക് ചെന്നു. ഇത് നിങ്ങളുടെ സൈക്കിളാണോ എന്ന് ചോദിച്ചു. അതേ എന്നായിരുന്നു മറുപടി. ശരിക്കും ഇത് നിന്റെ സൈക്കിൾ തന്നെയാണോ? നിങ്ങൾക്ക് എന്താ പറ്റിയേ? വട്ടുവെല്ലാം ഉണ്ടോ? ഇതെന്റെ സൈക്കിളാ എന്ന് കുറച്ച് കടുപ്പിച്ചു പറഞ്ഞ് സൈക്കിൾ എടുത്ത പെൺകുട്ടി അതും ചവിട്ടിപ്പോയി. അതോടെ കൂട്ടുകാരൻ പറഞ്ഞു, കണ്ടില്ലടാ, ഇതൊക്കെ നിന്റെ തോന്നലായിരിക്കും. ഹീറോയും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയതേയുള്ളൂ. വൈകാതെ അന്റാർട്ടിക്ക റിസർച്ച് പ്രോഗ്രാമിലേക്ക് ഹീറോ തിരഞ്ഞെടുക്കപ്പെട്ടെന്നും വൈകാതെ പോവേണ്ടി വരും എന്നുള്ള മെസ്സേജും ഹീറോയെ തേടിയെത്തുവാണ്. എന്തു ചെയ്യണമെന്നറിയാതെ അന്ന് ഹീറോ ആശുപത്രിയിലുള്ള ഹീറോയിനെ കാണാൻ പോകുന്നു. അവിടെ വെച്ച് ഹീറോയിനെ കണ്ടിറങ്ങുമ്പോൾ ഹീറോയിന്റെ 2 കൂട്ടുകാരവിടെ വന്നിരുന്നു. കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, അവള് ചോദിച്ചപ്പോ ഞാൻ ആ സൈക്കിള് കൊടുത്തില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. അത് കേട്ടതും പെട്ടെന്ന് ഹീറോയുടെ മനസ്സിൽ ആ ചോദ്യം ഉയർന്നു, നിങ്ങളുടെ സൈക്കിളോ? നിങ്ങൾക്ക് ആ സൈക്കിള് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? പറ്റുമെന്ന് മറുപടി കിട്ടിയതും ഹീറോ അവനെയും കൂട്ടി നേരെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുവാണ്. അവിടെയുള്ള സൈക്കിൾ പരിശോധിപ്പിക്കുന്നു. പക്ഷേ അത് തന്റെയല്ല എന്ന് ആ കൂട്ടുകാരൻ ഉറപ്പിക്കുന്നതോടെ വീണ്ടും അതൊക്കെ തോന്നലായിരിക്കും എന്ന രീതിയിലേക്ക് ഹീറോ എത്തിപ്പെടുന്നു. എന്തായാലും ഒന്ന് അന്വേഷിക്കുവാൻ ഹീറോ അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിലെത്തി. ആക്സിഡന്റിനെ പറ്റി ചോദിച്ചു. അവിടെ നിന്ന് വിവരങ്ങളും ഹീറോയിൻ കൊണ്ടുവന്ന സൈക്കിൾ തകർന്ന നിലയിലും ഹീറോയ്ക്ക് ലഭിച്ചു. അന്ന് വൈകിട്ട് 2 സൈക്കിളും അടുത്തടുത്ത് വെച്ച് കൂട്ടുകാരൻ ഹീറോയുടെ അടുക്കൽ, ദാ കണ്ടില്ലേ, ഇനിയെങ്കിലും വിശ്വസിക്കടാ, അതൊക്കെ നിന്റെ തോന്നലായിരുന്നു എന്ന് പറയുവാണ്. പക്ഷേ ഹീറോയ്ക്ക് അപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നേയില്ല. ഹീറോ ആണെങ്കിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, എടാ ഈ ലോകത്തില് മനുഷ്യവാസമുള്ള മറ്റ് ഗ്രഹങ്ങളും ഉണ്ടാകും. അതുപോലെ നമുക്ക് മനസ്സിലാവാത്ത പല കാര്യവുമുണ്ട്. ചിലപ്പോ ഈ ലോകത്തിന്റെ മിയോനെ പോലെ മറ്റൊരു മിയോൻ ഉണ്ടെങ്കിലോ? നീ എന്താ അറ്റവും വാലൂലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്നായി കൂട്ടുകാരന്റെ ചോദ്യം. അടുത്ത ദിവസം ഡോക്ടർ ഹീറോയെയും ആന്റിയെയും വിളിപ്പിച്ചിരുന്നു. ഹീറോയിന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പൂർണ്ണമായ കോമയിലാണ് അവളെന്നും ഇനിയൊരു തിരിച്ചുവരവിന് സാധ്യതയില്ലെന്നും ഡോക്ടർ പറയുന്നു. എന്താ വേണ്ട
വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ എന്നും അറിയിക്കുവാണ്. അത് കേട്ടതും ഹീറോയിന്റെ അമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി. ഹീറോ ആന്റിയെ ആശ്വസിപ്പിച്ചു. യാഥാർത്ഥ്യത്തിൽ ഹീറോയ്ക്ക് ഹീറോയിനോട് അത്രമേൽ പ്രണയമുണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് തുടർന്നു പോന്നപ്പോൾ ഉണ്ടായ ഉള്ളിലെ ചെറിയ നീരസങ്ങളും പ്രയാസങ്ങളും ഒഴിച്ചാൽ അവന് ജീവനുമായിരുന്നു. അവളോട് പിരിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു കുറച്ചു നാളത്തേക്കൊരു ബ്രേക്ക് എടുത്ത് മാറി നിൽക്കണമെന്ന് പോലും ഹീറോ ആഗ്രഹിച്ചത്. പക്ഷേ അപ്പോഴിങ്ങനൊക്കെ സംഭവിച്ചതും ഹീറോ ഇപ്പോൾ ആകെ തകർന്നു പോയിരിക്കുവാണ്. അവൻ ദുഃഖത്തോടെ ഇരിക്കുന്ന കണ്ട് ആന്റി ഹീറോയുടെ അടുത്ത് ചെന്നിരുന്നു. അവനോട് എന്താ പറ്റിയതെന്ന് കാര്യങ്ങൾ ചോദിച്ചു. ഹീറോ പറഞ്ഞു, ആന്റിയുടെ മകൾ അവൾ എന്നെ അത്രയധികം പ്രണയിച്ചിരുന്നു. പക്ഷെ അവൾ കൂടെ ഉണ്ടായിരുന്നപ്പോ അവൾക്ക് ഞാൻ മതിപ്പ് കൊടുത്തില്ല. ഇപ്പൊ ഞാൻ കാരണമാ അവൾ ഈ അവസ്ഥയെ കിടക്കുന്നത്. ഹീറോയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു തുടങ്ങിയിരുന്നു. രാത്രിയിൽ ഹീറോ വീട്ടിലേക്ക് മടങ്ങി പോകുന്ന വഴിയിൽ പഴയൊരു ടെലിഫോൺ ബൂത്ത് അവൻ കണ്ടു. ഹീറോയുടെ ഓർമ്മകൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് തിരിഞ്ഞു. പണ്ട് അതുപോലെ മഴ പെയ്യുന്ന ഒരു ദിവസം ഹീറോയും ഹീറോയിനും ആ ടെലിഫോൺ ബൂത്തിനകത്തേക്ക് ഓടിക്കയറിയിരുന്നു. അന്നായിരുന്നു അവരുടെ ആദ്യ ചുംബനം സംഭവിച്ചത്. അടുത്ത ദിവസം ഹീറോയ്ക്ക് ഒരു പെറ്റ് സെന്ററിൽ നിന്നും കോള് വന്നു. സാറിന്റെ നായ്ക്കുട്ടി എവിടെയുണ്ട്, കളക്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചായിരുന്നു കോൾ. തനിക്കങ്ങനെ പെറ്റൊന്നുമില്ല, താനങ്ങനെ ഒന്നും ഓർഡർ ചെയ്തിട്ടുമില്ലല്ലോ എന്ന് പറഞ്ഞതും സാറിന്റെ ഫോൺ നമ്പറാണ് എവിടെയുള്ളത്. മിയോൺ എന്ന പെൺകുട്ടിയാണ് സാറിനായി ഈ പെറ്റ് ഓർഡർ ചെയ്തിരിക്കുന്നത് എന്ന വിവരമായിരുന്നു ഹീറോ കേട്ടത്. അതോടെ ഹീറോ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അവിടെ എത്തി നായ്ക്കുട്ടിയെ ഏറ്റുവാങ്ങി. അന്വേഷണത്തിൽ ഹീറോയിനാണ് ആ നായ്ക്കുട്ടിയെ ഹീറോയ്ക്ക് കൊടുക്കാൻ അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നവൻ മനസ്സിലാക്കി. എന്നാ ഇത് ഓർഡർ ചെയ്തത് എന്നറിയാമോ എന്ന് ചോദിച്ചതും കഴിഞ്ഞ സൺഡേ ആണ് എന്നായിരുന്നു റിസപ്ഷനിസ്റ്റിന്റെ മറുപടി. ശനിയാഴ്ച വൈകിട്ട് ഹീറോയിന് അപകടം പറ്റി. സൺഡേ എങ്ങനെ പിന്നെ ഓർഡർ ചെയ്യും? സംശയം തോന്നിയ ഹീറോ മിയോൺ തന്നെയാണോ വന്നത്, ഉറപ്പല്ലേ എന്ന് ചോദിച്ചതും സാർ അവര് ഞങ്ങളുടെ റെഗുലർ കസ്റ്റമറാ, എങ്ങനെയാ മറക്കാൻ പറ്റുക എന്നായിരുന്നു അവരുടെ മറുപടി. പിന്നെ വരുമ്പോഴേ അവര് വല്ലാതെ സ്ട്രേഞ്ചായി കാണപ്പെട്ടിരുന്നു. ഇനിയൊരു പക്ഷെ വരില്ലായിരിക്കും എന്ന് പറഞ്ഞ പോയത് എന്നും ആ റിസപ്ഷനിസ്റ്റ് പറയുവാണ്. പിന്നാലെ ഹീറോ ആ നായ്ക്കുട്ടിയുമായി കൂട്ടുകാരന്റെ അടുത്ത് ചെല്ലുവാണ്. നീയല്ലേ പറഞ്ഞേ എനിക്ക് തോന്നല ഭ്രാന്ത എന്നൊക്കെ. ഇപ്പൊ നോക്ക്, ആ പെറ്റ് സെന്ററിലെ ലേഡിയും മിയോനെ കണ്ടിട്ടുണ്ട്. അങ്ങനാണെ ഇനി എങ്ങനെ മിയോനെ പോലെ വേറെ ആളുണ്ടാവുമോ? ഉണ്ടാവുമായിരിക്കും. അവളെ കണ്ടെത്തിയാലേ എന്റെ മിയോനെ രക്ഷപ്പെടുത്താൻ പറ്റൂ. ഭ്രാന്ത് പിടിച്ച പോലെ ഹീറോ പറയുന്നുണ്ടായിരുന്നു. കൂട്ടുകാരൻ പലതും പറഞ്ഞവനെ സമാധാനിപ്പിക്കാനും സ്വബോധത്തിലേക്ക് കൊണ്ടുവരാനും ശ്രമിച്ചെങ്കിലും ഹീറോയുടെ തലയിലേക്ക് അതൊന്നും കേറുന്നേ ഉണ്ടായിരുന്നില്ല. ആ മിയോനെ എങ്ങനെയും തേടി കണ്ടുപിടിക്കണം എന്ന് ചിന്തിച്ച് ഹീറോയിൻ ജോലി നോക്കിയിരുന്ന സ്ഥലത്തും അവളുടെ കൂട്ടുകാരുടെ അടുത്തും അവൾ പോവാൻ സാധ്യതയുള്ള ഇടത്തുമൊക്കെ അന്വേഷിക്കുവാണ്. പക്ഷേ എവിടെയും അവളെപ്പറ്റി വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരും ഹീറോയ്ക്ക് ഇതെന്ത് പറ്റി എന്ന മട്ടിൽ അവനെ വല്ലാതെ നോക്കുന്നു. ഹീറോ അങ്ങനെ അന്വേഷിച്ച് ഹീറോയിന്റെ വീട്ടിലേക്കും എത്തുവാണ്. അവളുടെ മുറിയിലെത്തിയതും ഹീറോയുടെ വീട്ടിൽ നിന്ന് കാണാതായ സിഗരറ്റ് ലൈറ്ററും അതുപോലുള്ള വസ്തുക്കളും ഒക്കെ അവിടെ ഹീറോയിൻ സൂക്ഷിച്ചു വെച്ചത് ഹീറോ കാണുകയാണ്. അവിടെ ഒരു ടേപ്പ് റെക്കോർഡർ കാസറ്റും കണ്ടു. ഹീറോ അതെടുത്ത് പ്ലേ ചെയ്യിപ്പിച്ചു. ഹീറോ അത് പ്ലേ ചെയ്ത് കേൾക്കാൻ തുടങ്ങിയതും കഥയും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഹീറോയിന് പാട്ട് കേൾക്കുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു. പണ്ടൊക്കെ അവൾ എപ്പോഴും ഒരു വാക്ക്മാൻ കയ്യിൽ വെച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നതും. അത് മനസ്സിലാക്കിയിരുന്ന ഹീറോ ആ ടേപ്പ് റെക്കോർഡറിൽ ഒരു കാസറ്റ് റെക്കോർഡ് ചെയ്ത് തന്റെ പ്രണയം തുറന്നു പറഞ്ഞിട്ടായിരുന്നു അവളെ പ്രപ്പോസ് ചെയ്തതും മറ്റും. അന്ന് ആ കാസറ്റ് റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ അവളുടെ മുഖത്ത് അത്രമേൽ സന്തോഷം കാണാമായിരുന്നു. അത്രമേൽ പ്രണയം ആ കാസറ്റുകളിലൂടെ അവർ കൈമാറിയിരുന്നു. അതൊക്കെ ഓർമ്മയിൽ വന്നതും ആ കാസറ്റും എടുത്ത് അവൻ വേഗത്തിൽ ആശുപത്രിയിലേക്ക് ഓടുകയാണ്. ശേഷം അത് പ്ലേ ചെയ്യിപ്പിച്ച് ഹീറോയിനെ കേൾപ്പിച്ചു. അസുഖബാധിതയായി കിടക്കുന്ന ഹീറോയിൻ അത് കേട്ട് കോമയിൽ നിന്ന് തിരിച്ചെത്തിയാലോ എന്ന് ഹീറോ പ്രതീക്ഷിച്ചിരുന്നു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. 5 കൊല്ലത്തിനിപ്പുറം ഹീറോയിനെ വിട്ട് കുറച്ചുനാളെങ്കിലും മാറി നിൽക്കണം എന്ന് ചിന്തിച്ച അതേ ഹീറോ ആയിരുന്നു പണ്ട് ഹീറോയിന്റെ പിന്നാലെ നടന്ന് അവളെ വളയ്ക്കാൻ ശ്രമിച്ചിരുന്നത്. ഹീറോയിനെ ഹീറോയ്ക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു. അവൾ പോകുന്ന അതേ ബസ്സിൽ അവൻ അവളെ ഫോളോ ചെയ്യും. കോളേജ് ക്ലാസുകൾ പോലും കട്ട് ചെയ്ത് എപ്പോഴും ഹീറോയിന്റെ പിന്നാലെ അന്നൊക്കെ ഹീറോ ഉണ്ടായിരുന്നു. ഹീറോയുടെ ഓർമ്മകൾ അവസാനിച്ച് കഥ പ്രസന്റിലേക്ക് വരുന്നു. ഹീറോ വീട്ടിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഹീറോയിന് അടുത്തു നിന്നും അവന് കിട്ടിയ നായക്കുട്ടിയുടെ അടുത്ത് ഒരു കത്ത് അവൻ കാണുകയാണ്. അവൻ ആ കത്ത് തുറന്നു നോക്കി. നിനക്കെന്നെ കാണണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ബുക്ക് ഷെൽഫിലുള്ള കത്തെടുത്ത് നോക്കൂ എന്നായിരുന്നു എഴുതിയിരുന്നത്. ഹീറോ ബുക്ക് ഷെൽഫ് തിരഞ്ഞു നോക്കി. അതിലൊരു കത്തുണ്ടായിരുന്നു. ഏത് സമയമാണെന്നറിയണോ? എങ്കിൽ ഗിത്താർ നോക്കൂ എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. ഗിത്താർ നോക്കിയപ്പോഴോ അതിലും ഒരു കുറിപ്പുണ്ടായിരുന്നു. മെയ് 24 നമ്മുടെ 2000th ഡേ. അന്ന് ഉച്ചയ്ക്ക് നമുക്ക് കണ്ടുമുട്ടാം. ഏത് സ്ഥലമാണെന്നറിയണോ? നിന്റെ കോട്ടിൽ തേടി നോക്ക് എന്നായിരുന്നു എഴുതിയിരുന്നത്. അവൻ വേഗത്തിൽ കോട്ട് നോക്കിയെങ്കിലും
അതിൽ ആ കത്ത് കാണുന്നുണ്ടായിരുന്നില്ല. അതോടെ വീട് മുഴുവൻ ഹീറോ അരിച്ചു പെറുക്കി. പക്ഷെ അതിന്റെ ഒരു സൂചന പോലും കിട്ടിയില്ല. ഡേറ്റും സമയവും കിട്ടി, ഇടം മാത്രമാണ് കിട്ടാത്തത്. നിന്നെ ഞാൻ എവിടെ പോയി കണ്ടെത്തും എന്ന് ദുഃഖത്തോടെ ഹീറോയിന്റെ ഫോട്ടോ നോക്കി ഹീറോ അങ്ങനെ ഇരിക്കുവാണ്. കഥ അവിടെ വെച്ചൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. പണ്ട് ഹീറോയിനും ഹീറോയും കൂടി ഒരു അമ്പലമൊക്കെ വിസിറ്റ് ചെയ്തിരുന്നു. അന്ന് അവിടെ വെച്ച് അവർ ആത്മാക്കളെ പറ്റി സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു വ്യക്തി കോമയിൽ അകപ്പെട്ടാൽ അവരുടെ ആത്മാവ് പുറത്തു വരും എന്നൊക്കെ ഹീറോയിൻ പറഞ്ഞിരുന്നു. ആത്മാവിനെ കണ്ടെത്തി തിരികെ ശരീരത്തിലേക്ക് പറഞ്ഞയച്ചാൽ അവർ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്നും അന്ന് ഹീറോയിൻ കൂട്ടിച്ചേർത്തിരുന്നു. അത് പെട്ടെന്ന് ഹീറോ ഓർത്തു. ഹീറോയിന്റെ ഫോട്ടോ നോക്കി ഹീറോ പറഞ്ഞു, മിയോൺ, നിന്റെ ആത്മാവിനെ കണ്ടെത്തി ഞാൻ നിന്നിലേക്ക് തിരികെ കൊണ്ടുവരും. അപ്പോഴാണ് ഒരു കോൾ ഹീറോയ്ക്ക് വരുന്നത്. ഡോക്ടർ വിളിച്ചെന്ന് പറഞ്ഞ ആന്റിയായിരുന്നു വിളിച്ചത്. ഹീറോ ഉടൻ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. ആന്റിയും ഹീറോയിന്റെ അനിയത്തിയും അവിടെ ഉണ്ടായിരുന്നു. ഹീറോയിന്റെ അവസ്ഥ കൂടുതൽ ക്രിട്ടിക്കലാവുകയാണെന്നും ഓർഗൻ ഡൊണേഷൻ ആവശ്യമുള്ള ഒരു പേഷ്യന്റ് ഉണ്ട്. ഹീറോയിൻ ഇനി ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധ്യതയില്ലാത്തതിനാൽ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണോ, വെന്റിലേറ്റർ റിമൂവ് ചെയ്താലോ എന്ന് ചോദിക്കാനായിരുന്നു ഡോക്ടർ അവരെ വിളിച്ചു വരുത്തിയിരുന്നത്. ആന്റിയും അനിയത്തിയും അതിന് സമ്മതിച്ചെങ്കിലും ഹീറോ അതിന് സമ്മതിച്ചില്ല. തന്റെ മിയോനെ താൻ തിരികെ കൊണ്ടുവരും, അവളുടെ ആത്മാവിനെ തിരികെ കൊണ്ടുവരും, തന്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ദുഃഖത്തോടെ ഹീറോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. അടുത്ത ദിവസം ഹീറോ ഒരിടത്ത് പോവാൻ ഒരുങ്ങുകയായിരുന്നു. പുറത്തെ ലോണ്ടറിക്ക് തന്റെ കോട്ട് ഹീറോ കൊടുത്തിരുന്നു. ആ കോട്ടായിരുന്നു അന്ന് തിരികെ എത്തിയത്. ഹീറോ ആ കോട്ട് ധരിക്കുമ്പോൾ അതിന്റെ പോക്കറ്റിൽ നിന്നും ആ കത്ത് അവന് കിട്ടുകയാണ്. ഏത് സ്ഥലത്താണ് താനുണ്ടാവുക എന്ന് മിയോൺ എഴുതിയ കത്ത്. ഒരുപക്ഷെ മിയോന്റെ ആത്മാവ് എഴുതിയ കത്ത്. ഇൻസുബോങ്ങിലേക്ക് വാ, ഞാൻ അവിടെ നിന്നെയും പ്രതീക്ഷിച്ചുണ്ടാകും എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. പെട്ടെന്ന് ഇൻസുബോങ്ങിനെ പറ്റിയുള്ള ഓർമ്മകൾ ഹീറോയുടെ മനസ്സിലേക്ക് വന്നു. അവരുടെ ചെറുപ്പകാലത്തായിരുന്നു അത്. ഒരു കപ്പിൾസ് ഇൻസുബോങ് എന്ന മല കീഴടക്കിയിരുന്നു. അതുപോലെ താനും ഹീറോയും കൂടി അത് കീഴടക്കണം എന്ന് ഹീറോയിൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടിയായിരുന്നു മൗണ്ടൈൻ ക്ലൈംബിങ്ങിലും റോക്ക് ക്ലൈംബിങ്ങിലും ഒക്കെ അവൾ അവന് പരിശീലനം കൊടുത്തിരുന്നത്. ഓർമ്മയിൽ നിന്നും അതൊക്കെ ഓർത്തെടുത്തതും മാത്രമല്ല, അന്ന് മെയ് 24-ാം തീയതി ആയതിനാലും 12:30 ഇൻസുബോങ്ങിൽ വെച്ച് കാണാം എന്ന മെസ്സേജ് ഇപ്പോൾ ക്ലിയർ ആയതിനാലും ഹീറോ അങ്ങോട്ടേക്ക് വേഗം വെച്ചുപിടിക്കുന്നു. അപ്പോഴേക്കും ഹീറോയിന്റെ അവസ്ഥ ക്രിട്ടിക്കലായി തുടങ്ങിയിരുന്നു. ഹീറോയിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റാനും അവയവദാനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ആരംഭിച്ചു. ആന്റി ഹീറോയെ വിളിച്ചു. ഹീറോ ആന്റിയോട് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാൻ അപേക്ഷിച്ചു. ഹീറോ അങ്ങനെ ഇൻസുബോങ്ങിന്റെ താഴെ എത്തുകയാണ്. മലമുകളിലേക്ക് കയറാൻ റോപ്പ് കെട്ടണം. ഹീറോയ്ക്ക് പെട്ടെന്ന് അത് ശരിയാകുന്നുണ്ടായിരുന്നില്ല. ശേഷം അവൻ മനസ്സുറപ്പിച്ച് ഹീറോയിൻ പണ്ടവനെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഓർത്തു. റോപ്പ് നല്ല രീതിയിൽ കെട്ടി ആ മലമുകളിലേക്ക് കയറാൻ തുടങ്ങി. കയറി പാതി വഴിയിലെത്തിയതും ഹീറോയിന്റെ അനിയത്തിയുടെ കോൾ വന്നു. ഹീറോയിന്റെ അവസാന നിമിഷങ്ങളാണെന്നും വേഗം എത്താൻ പറഞ്ഞിട്ടുമായിരുന്നു അത്. കുറച്ചു നേരം കൂടി കാത്തു നിൽക്കാനും താൻ ഉടനടി എത്തുമെന്നും ഹീറോ അനിയത്തിയോട് പറയുവാണ്. ശേഷം അവൻ വീണ്ടും മലമുകളിലേക്ക് കയറാൻ തുടങ്ങുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് അവൻ ആ മലമുകളിലേക്ക് കയറിയെത്തി. മുന്നിലേക്ക് നോക്കി പച്ചപ്പ് നിറഞ്ഞ പുൽപ്പാടത്തിന് നടുവിൽ അവന്റെ പ്രിയപ്പെട്ട ഹീറോയിൻ അവനെയും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോ ഓടിച്ചെന്ന് ഹീറോയിനെ കെട്ടിപ്പിടിച്ചു. മിയോൺ, ഇത് നീ തന്നെയാണോ? നിന്നെ വിട്ട് അകന്നു പോവാൻ ഞാൻ ശ്രമിച്ചിരുന്നു. നീ എന്നോട് ക്ഷമിക്കണം. നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ ഒരുപാട് സമയമില്ല. നീ വേഗം എന്റെ കൂടെ ആശുപത്രിയിലേക്ക് വാ. ഒരു വിതമ്പലിൽ എന്ന പോലെ ഹീറോയിന്റെ ആത്മാവിനെ ഹീറോ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചു. എന്നെ കൊണ്ട് ഇനി വരാൻ പറ്റില്ലടാ. നമ്മൾ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് 2000 ദിവസങ്ങളായി. ഇതുവരെ നമുക്ക് പിരിയാൻ സാധിച്ചിട്ടില്ല. എന്താ കാര്യമെന്നറിയോ? അതാടാ യഥാർത്ഥ പ്രണയം. നമ്മൾ രണ്ടുപേരും അത്രയ്ക്ക് പ്രണയിച്ചിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിട്ടിരുന്നത് നീ എന്റെ കൂടെ ഉള്ളപ്പോഴാ. എന്നോട് ക്ഷമിക്കടി. നിന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു, വേദനിപ്പിച്ചു, നിന്നിൽ നിന്ന് അകന്നു പോവാൻ ശ്രമിച്ചു. എന്നോട് നീ ക്ഷമിക്ക്. ഞാനന്ന് നീ വിളിച്ചപ്പോ ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നേ. നീ എന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. എന്നോട് നീ ക്ഷമിക്ക്. വിതുമ്പലോടെ ഹീറോ പറഞ്ഞുകൊണ്ടിരുന്നു. നോക്കടാ, എനിക്ക് നിന്റെ മേലിൽ ഒരു ദേഷ്യവുമില്ല. ആക്സിഡന്റും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതിന്റെ വിധിയായിരുന്നു. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ എപ്പോഴും ഏറെ സന്തോഷത്തോടുകൂടി ജീവിക്കണം. എന്നെ വിട്ട് പോവല്ലടി. എനിക്ക് പോയേ മതിയാവുള്ളൂടാ. നിന്റെ മുഖം, നിന്റെ ചിരി, നിന്റെ സംസാരം ഒരിക്കലും എന്റെ ഉള്ളിൽ നിന്ന് നീ മാഞ്ഞു പോവേയില്ല. ഏറ്റവും ഒടുവിലായി നിന്നോട് ഒന്നുകൂടി അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നു. അതും പറഞ്ഞ് മിയോന്റെ ആത്മാവ് ഈ ലോകം വിട്ട് തന്നെ അപ്രത്യക്ഷമാകുന്നു. അതേ
നിമിഷം ആശുപത്രിയിൽ ഹീറോയിനും മരണപ്പെടുകയായിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഹീറോ അന്റാർട്ടിക്കയിൽ റിസർച്ചിനായി പോയിരുന്നു. അവിടെ നിന്നും ഇടയ്ക്കൊക്കെ അവൻ പുറം ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അന്ന് ഹാം റേഡിയോയിലൂടെ സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞു, ചെറുപ്പം തൊട്ടേ എന്റെ ഉള്ളിൽ ഒരു ചോദ്യം എപ്പോഴും ഉണ്ടായിരുന്നു. മരണശേഷം ആത്മാവ് എവിടെ പോകുമെന്ന്. ആത്മാക്കളൊക്കെ നക്ഷത്രങ്ങളായി മാറുകയാണോ ചെയ്യുക, അതോ നമ്മളെ ചുറ്റി വന്ന് നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവുമോ? എന്തായാലും ഇപ്പോൾ എനിക്കതിന്റെ ഉത്തരമറിയാം. എന്റെ പ്രണയിനി എന്റെ കൂടെ ഇല്ലെങ്കിലും ഇപ്പോഴും അവൾ കൂടെയിരുന്ന് എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. അവളെ ഞാൻ അത്രമേൽ പ്രണയിച്ചിരുന്നു. അത് തിരിച്ചറിയാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. പക്ഷെ അപ്പോഴേക്കും അവളെ ലോകം വിട്ട് പോയി കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓരോ ദിവസവും നിങ്ങളുടെ അവസാന ദിവസം പോലെ ജീവിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവളോട് ഐ ലവ് യു എന്ന് പറയാൻ ഒരിക്കലും അതുകൊണ്ട് മടിച്ചു നിൽക്കരുത്. ഹാം റേഡിയോയിൽ ഹീറോ സംസാരിച്ച് നിർത്തുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.